ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് CPRനെ പറ്റിയാണ്. എന്തുകൊണ്ട് CPR അല്ലെ നമ്മളെല്ലാവരും എന്തുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കണം എന്നാണ്. ഒന്നാമത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇറ്റ് സേവ്സ് ലൈഫ്സ്, ജീവൻ രക്ഷിക്കും. സോ നമുക്കറിയാവുന്നതുപോലെ ഹൃദയസ്തംഭനം അല്ലെ കാർഡിയക് അറസ്റ്റ് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും സംഭവിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നാം സ്നേഹിക്കുന്ന ആരുടെയെങ്കിലും ആയിരിക്കാം, അല്ലെ വർക്ക് പ്ലേസിൽ കളീഗ്സ് ആയിട്ടുള്ളവരായിരിക്കാം, അല്ലെ ചില സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിലോ എവിടെ വേണമെങ്കിലും ഇറ്റ് ക്യാൻ ഹാപ്പൻ. അന്നേരം ഇത് അറിഞ്ഞിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. യു ക്യാൻ സേവ് ലൈഫ്സ്. ഇതിനകത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ മിനിറ്റും വളരെ വിലയേറിയതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഇത് ഡിലേ ചെയ്യുന്തോറും 7% തൊട്ട് 10% വരെ പ്രോഗ്നോസിസ്, അതായത് ആള് മരിക്കാനുള്ള സാധ്യത കൂടുകയാണ്. സോ യൂഷ്വലി എന്താ സംഭവിക്കുന്നത്, ഒരാൾ കൊലാപ്സ് ചെയ്ത് വീഴുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പാനിക്കി ആകാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് പറയുന്നത് ഹാൻഡ്സ് ഉള്ളി CPR ചെയ്താലും മതി, ആളുകളെ സേവ് ചെയ്യാൻ പറ്റും. എന്താണ് CPR? കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ. അതായത് ഹൃദയസ്തംഭനം വരുമ്പോൾ ആളുകൾക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഹാർട്ടിനൊരു കംപ്രഷൻ കൊടുത്ത ആ ഓക്സിജൻ ബ്ലഡ് സപ്ലൈ ഉള്ളപ്പോൾ മെയിൻ വൈറ്റൽ ഓർഗൻസ്, അതായത് ബ്രെയിൻ, അതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിനിന് ഓക്സിജൻ എത്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ബ്രെയിനിന് ഒരു 15 മിനിറ്റ് കൂടുതൽ ഓക്സിജൻ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ബ്രെയിൻ ഡെഡ് ആകാൻ അല്ലെ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ കറക്റ്റ് സമയത്ത് കാർഡിയാക് കംപ്രഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡിൽ ഓക്സിജൻ ഇനഫ് ഉണ്ട്, ബ്രെയിനിനെ സർവൈവ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് CPR.